ഇവിടെയുള്ള പ്രദേശവാസികളോടും വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്നവർക്കും വൈകുന്നേരങ്ങളിൽ 8 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം അനൗദ്യോഗികമായി നൽകിയിട്ടുണ്ട്. ഒരു സാധ്യത, ഒരു ഓപ്പറേഷൻ്റെ എന്തെങ്കിലും ഭീകരരുമായ ഒരു ഏറ്റുമുട്ടലിൻ്റെ സാധ്യത ഇപ്പോഴും കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് അനന്തനാഗിലെ ഒരു പ്രധാനപ്പെട്ട ഈ ചെക്കിംഗ് പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ സംശയം തോന്നുന്ന വാഹനങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഈ പെഹൽഗാമിലേക്കോ ശ്രീനഗറിലേക്കോ വിടുകയുള്ളൂ എന്നതാണ് ഇവിടെയുള്ള പരിശോധന പ്രധാനമായും നടക്കുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഭീകരരെ 12 ദിവസം കഴിയുമ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അനന്തനാഗ് കുൽഗാം വനമേഖലകളിലാണ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. ഹാപ്പത്നാറടക്കം ചില പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ വലിയ സന്നാഹം, സൈന്യത്തിൻ്റെ സന്നാഹം കാണുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച. പലതും ഓപ്പറേഷൻ നടക്കുന്നതിനാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്തുക സാധ്യമല്ല. ഇതിനൊപ്പം തന്നെ ഈ കുൽഗാം അനന്തനാഗ് മേഖലകളിലൊക്കെ റോഡിലും കനത്ത ജാഗ്രതയുണ്ട്. ഇതിനൊപ്പം പ്രകോപനമുണ്ടാക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ്. വാചകങ്ങളിലൂടെയൊക്കെ പ്രകോപനമുണ്ട് മന്ത്രിമാരുടേത്. ഇതിനൊപ്പം തന്നെയാണ് അതിർത്തി മേഖലകൾ ഉറി, അഖ്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് വെടിയുതിർക്കുന്നത്. ഇതിന് ശക്തമായ മറുപടി ഇന്ത്യയും തിരിച്ചു നൽകുന്നു എന്നതാണ് സൈന്യം അറിയിക്കുന്നത്. അരുൺ.